എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ കുറിയൊക്കെ തൊട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കണ കാണുമ്പോ എല്ലാവരും വിചാരിക്കും രാവിലെ എഴുന്നേറ്റ് എത്ര ഭംഗിയായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കണ ഒരു കുട്ടിയാണ് ഞാൻ എന്ന് വിചാരിക്കും. പക്ഷെ ഇല്ല, ഇത് വൈകുന്നേരമാണ്. സമയം 7 മണിയാവാൻ പോണ്. ഇന്ന് രാവിലെ മുതൽ കുളിയും നനയും ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് നല്ല മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഉച്ചക്കൊക്കെ എന്തൊക്കെയോ കാണിച്ചാണ് ഞാൻ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചത്. രാവിലെ സുധപ്പന് ഞാൻ കറക്റ്റായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ സുധപ്പന് ചിക്കൻ കറിയും പുട്ടും ഒക്കെയാണ് കൊടുത്തു വിട്ടത്. സുധുവിന് പുട്ട് ഭയങ്കര ഇഷ്ടമുള്ള, അപ്പൊ അതുകൊണ്ട് തന്നെ പുട്ടൊക്കെ കൊടുത്തു വിട്ട് സുധുവിനെ സെറ്റാക്കി വിട്ടതിന് ശേഷം ഇവിടെ മടി പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കായിരുന്നു കേട്ടോ, സുഖമായിട്ട്. ഇപ്പൊ വൈകുന്നേരം ആയപ്പോ രക്ഷയില്ല, കുളിക്കാതെ പറ്റൂല. കുളിക്കാതെ കിടക്കാന്ന് പറയുന്നത് ഓർക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം പോയി കുളിച്ച് നല്ല സുന്ദരിമണിയായിട്ട് വന്ന് നാമം ചൊല്ലലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മനസ്സങ്ങട് വളരെ ഹാപ്പി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇപ്പൊ ഒരു മാമപ്പൊക്കെ ആയിട്ടാ ഞാൻ. അപ്പൊ ഓർത്ത് ഇന്ന് സുധു വരുമ്പോഴേക്കും സുധുവിന് വേണ്ടിട്ട് എന്തെങ്കിലും, അതെ സുധുവൊക്കെ എത്തിയട്ടാ. സുധു വരുമ്പോഴേക്കും ഞാൻ സത്യമായിട്ട് സുധു വരുമ്പോഴേക്കും കുറച്ച് ബ്രെഡൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒരു 4 മണിയോടുകൂടി എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റത് 6 മണിക്കാണ്. 6 മണിക്ക് ചെയ്തിട്ട് പിന്നെ 6 മണിക്കല്ല, ഒരു 5:45 എഴുന്നേറ്റ് വേഗം തന്നെ അയ്യോ സമയം പോയി. ഇപ്പൊ നമുക്ക് സുധപ്പം വരുമല്ലോ, ഇനി പിന്നെ ഒന്നും ആക്കിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി കുളി കഴിഞ്ഞപ്പോഴും സുധു എത്തി. ഇനിയിപ്പോ ഒരുമിച്ച് അങ്ങോട്ട് കുക്ക് ചെയ്യാം. എന്തായാലും സുധു വന്നു. എന്റെ പ്ലാനൊന്നും നടന്നില്ല. അപ്പൊ പ്ലാനൊന്നും നടക്കാത്ത ഒരു വലിയ പ്ലാനൊന്നും ഇല്ലാത്ത വൈകുന്നേരം രാത്രിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. അപ്പൊ ഇന്ന് ചെറിയ രീതിയിൽ ഇപ്പൊ ഞാൻ പ്ലാൻ ഇട്ട്, ഇത്രയും നേരം ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിയിൽ ഇട്ടേക്കണം. നമുക്ക് മുട്ട വെച്ചിട്ട് ബ്രെഡ് റോസ്റ്റാ അങ്ങനെ എന്തോ സാധനം. ഇപ്പം മുട്ട ഇങ്ങനെ ബ്രെഡിൽ ഇങ്ങനെ മുക്കിയിട്ട് പൊരിക്കണത് അത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അത് ചെയ്യാന്ന് കരുതി. പിന്നെ അതേ കപ്പ മേടിച്ചിട്ടുണ്ട് കേട്ടാ. ഇത് സുധപ്പം പോയി മേടിച്ചാട്ടാ, ഞാൻ പോയില്ല കടയിൽ. സുധു വന്നതിന് ശേഷം സുധപ്പനോട് ഞാൻ പറഞ്ഞു തൊട്ടടുത്ത് തന്നെയാണ് കട, സുധു പോയി മേടിച്ചിട്ടുണ്ട്. ഒരു മടിയാണല്ല, അങ്ങനെ മടിയുള്ള ദിവസങ്ങളിൽ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ കട്ടമടി വരണത്. അപ്പൊ പിന്നെ ആ ദിവസം സുധു തന്നെ പോയി മേടിച്ചു. അപ്പൊ സുധു ബ്രെഡും കപ്പയും മേടിച്ചുകൊണ്ടേ തന്ന്. അപ്പൊ ആരും കമന്റിൽ പറയല്ല കേട്ടോ, പാവം കൊച്ചു സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞപ്പോ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല എന്ന്. ഇടക്കൊക്കെ നമുക്കും ഉണ്ടാവൂല ഇങ്ങനത്തെ ഒരു മടിയെ. കാപ്പി ഇവര് സഹായിച്ചു തരട്ടെ. പിന്നെ എന്തായാലും നമുക്ക് സമയം കളയാതെ വേഗം നമ്മുടെ ബ്രെഡ് റോസ്റ്റും ഉണ്ടാക്കാം. പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ചിക്കനൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലെന്നാ ഓർക്കാതിരിക്കാൻ പറ്റൂല. ചിക്കനൊക്കെ ഞാൻ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് വേഗം തന്നെ നമ്മുടെ കപ്പ ബിരിയാണിയുടെയും ബ്രെഡ് റോസ്റ്റിന്റെ പരിപാടികളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇതുവരെ ചെയ്യാത്ത വീട്ടിൽ തന്നെയല്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലേ സുധു? സുധപ്പൻ മുമ്പെങ്ങാണ്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലേ? ഒരു പ്രാവശ്യം സുധു ഇങ്ങനെ എന്തോ ഒരു തട്ടിക്കൂട്ട് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് ചില ആളുകളുടെയൊക്കെ വീഡിയോയിൽ അവർ വൈകുന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കിയതാണ് കേട്ടാ. ഇതിന്റെ ഉള്ളില് മറ്റേ ചീസൊക്കെ വെച്ച് സുധുവിന്റെ ചീസൊക്കെ മെൽറ്റ് ചെയ്ത് പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഇടാതെ സെറ്റ് ചെയ്തേക്കണതാണ് കേട്ടോ. ഇങ്ങനെ പച്ചക്കറിയൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് ചിക്കനൊക്കെ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ സുധപ്പനാണെങ്കിൽ സംസാരിക്കാൻ നേരമില്ല, കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സുധപ്പൻ അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് സുധു? സംഭവം എടുക്കുക ചെയ്യണം. അപ്പൊ ഇനി അമ്മ ഒരു ദിവസം വൈകുന്നേരം വരുമ്പോ ഉണ്ടാക്കി വെച്ചേക്കാട്ടെ. പക്ഷെ ഇത് ചൂടോടുകൂടി കഴിക്കണല്ലേ നല്ലത്, ചെറു ചൂടോടുകൂടി. അതാണ് ഞാൻ ഉറങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോയിട്ടല്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊച്ചിന് ചൂടോടുകൂടി തന്നെ കൊടുക്കണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമായിരുന്നു. ഓക്കെ, അപ്പൊ അവൻ കഴിച്ചൊക്കെ കഴിയട്ടെ. എന്നിട്ടാണ് എനിക്കിനി അടുക്കളയിൽ പോയിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കണം. സുധപ്പന് പഠിക്കണം. ഞങ്ങളുടെ വിശേഷങ്ങൾ കുറച്ചധികം ഒരു 10-10:30 വരെയും നടന്നുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ ഇനി ഞാൻ സുധപ്പനെ കാണിച്ച് വെറുതെ ആക്കാനുള്ള കമോൺ അറ്റാക്ക്. അപ്പൊ അതേ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റായി നിൽക്കണേ. അപ്പൊ അതേ അമ്മ അടുക്കളയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പ ബിരിയാണിക്കുള്ള പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മേ പൊടി കൂട്ടപ്പോഴേ ചിക്കൻ കറി വെക്കണേണ്. ചിക്കൻ കറി നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാക്കിക്കൊണ്ടിരിക്കണേണ്. സാധാരണ ഞാനില്ലേ കുക്കറിലൊക്കെ ഉണ്ട് കപ്പ ബിരിയാണി റെഡിയാക്കാറ്. അപ്പൊ ഇന്ന് ഞാൻ ഓർത്ത് കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ കപ്പ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി കാണിച്ചത്. ഞാൻ തിരിച്ചു അടുത്തരാട്ടാ. അപ്പൊ അത് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊടിയുടെ കുത്ത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പ ഇങ്ങനെ വേവിച്ചൂറ്റി മാറ്റി വെച്ചിട്ട്
പിന്നെ നമ്മുടെ ചിക്കൻ കറി ആയിട്ട് ചിക്കൻ കറിയും കപ്പയും കൂടി ഒരുമിച്ച് ഇളക്കി കൂട്ടിയിട്ട് നമ്മുടെ മടിയനെ സവാളയൊക്കെ ഇങ്ങനെ ബദറിയൊക്കെ കണ്ട് അപ്പൊ ഞാനോട് എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അപ്പൊ സുധു എന്നോട് വന്നിട്ട് ചോദിക്കായിരുന്നു എന്താണ് ഇന്ന് ഇങ്ങനത്തെ ഒരു സ്റ്റൈലെന്ന്. നമ്മള് ഓരോരുത്തർ ചെയ്യണ കാണുമ്പോ ഒരു വെറൈറ്റി പിടിക്കാൻ നോക്കുമല്ലോ. അപ്പൊ കുറച്ച് ചിക്കനൊക്കെ എടുത്ത് കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് നാളത്തേക്ക് കൊടുക്കാമല്ലോ. 2 ദിവസത്തേക്കായിട്ട് നമ്മൾ വൈകുന്നേരം വെക്കുമ്പോ എന്തായാലും പിറ്റേ ദിവസത്തേക്കും കൂടി ആയിട്ട് വെക്കുള്ളൂ. അപ്പൊ കപ്പ നല്ല അടിപൊളി കപ്പയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഒന്ന് തിളച്ചപ്പോ തന്നെ സുതപ്പം പോയി മേടിച്ചിട്ടുണ്ടെന്നാളോ. ഒന്ന് തിളച്ചപ്പോ തന്നെ നല്ല അടിപൊളിയായിട്ട് കിടക്കാച്ചിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുപ്പത്തത് കോരി എടുത്തിട്ടുണ്ടെങ്കിൽ തളവുണ്ടാവില്ല. ഞാൻ എന്നോട് തന്നെ എങ്ങനെയുണ്ട്? എന്താ കപ്പയൊക്കെ വെന്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. ചിക്കനിന് മിക്സ് ചെയ്ത് കുറച്ച് ചാറോട് കൂടി എടുക്കണം. ഒരിച്ചിരി വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഞാനങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോ സെപ്പറേറ്റ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ. തന്നെ ഇറങ്ങി വന്നത് വെച്ച് തന്നെ അങ്ങനെ ഇതാക്കാറുള്ളൂ. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അല്ല. അപ്പൊ ഒരുപാട് ചാറിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാത്തത്. ആള് കൂടുമ്പോ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ കൂട്ടുമല്ലോ. സെറ്റ് ആവട്ടെ. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ചിക്കനിൽ ഒരു പ്രധാന പ്രശ്നം പറ്റിയിട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിക്കന്റെ ചാറൊക്കെ വറ്റിപ്പോയിന്ന് ഞങ്ങള് അപ്പുറം പോയിരുന്ന് വർത്താനം പറഞ്ഞൊക്കെ വന്നപ്പോഴേക്കും ചാറ് വറ്റിപ്പോയി. കുഴപ്പമില്ല എന്നാലും അല്ലേ നമ്മുടെ ഇതിലേക്ക് ഇട്ട് ഇളക്കി കൂട്ടുമ്പോ ശരിയാവുമെന്ന് വിചാരിക്കണം. അപ്പതേ സാധാരണ ഞാനിവിടെ ചിക്കൻ കറി വെക്കാറുള്ള രീതി ഇങ്ങനെയാണ്. പക്ഷെ ഇതിന് കുറച്ചും കൂടി ചാറാവായിരുന്നു. പക്ഷെ ഇനിയിപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചാറ് പറ്റിപ്പോയി. ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് മൊത്തത്തിൽ പോകും. അപ്പൊ നമ്മളിനി ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇട്ടോളൂ. പോന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരാളിരിക്കുമ്പോ എന്താണ് ഉണ്ടാക്കാത്ത സുധു? ഞാനിതൊക്കെ നോക്കണേന്ന്. ഇനിയിപ്പം മിക്സ് ഇത് വേണമെങ്കിൽ നല്ലതായിട്ട് ഞാൻ കപ്പയാണെങ്കിൽ കുറച്ച് ലൂസോടുകൂടി ആണ് എടുത്ത് വെച്ചേക്കണത്. അതുകൊണ്ട് ചിലപ്പോ ഇത് ശരിയാവായിരിക്കാം. ഇങ്ങനെ ഒരു കപ്പ ബിരിയാണി ഒരു വെറൈറ്റി ആയി. വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോ നമ്മൾ കഴിക്കാൻ എന്താണ് ആഗ്രഹിച്ചത് നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ. അതെ അങ്ങനെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ട് അതിന്റെ പ്രധാന കാര്യമായ സവാളയും മല്ലിയിലയും കൂടി അങ്ങോട്ട് തൂക്കി കൊടുക്കുക. കുറച്ച് തൂക്കി കൊടുക്കാം. മറ്റേ ഇതീ പറയുന്നോട്ട് ഇത് ആരെങ്കിലും അനുകരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് ചെയ്യണായിരിക്കും നല്ലതട്ടാ. പക്ഷെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു സുധു? കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരു വെറൈറ്റി സ്റ്റൈല് കുറച്ച് ചാറായിട്ടല്ലേ നിക്കണത്. ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ അല്ലേ? നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇവിടെ. സെറ്റ്. ഇനി കഴിക്കാം. ചൂടോടുകൂടി തന്നെ കഴിക്കാട്ടോ. ഇനി വെക്കണോ ഇത് കുറച്ചേരം? കുറച്ചേരം വെക്കുന്നു വേണ്ട. പിന്നെ കഴിക്കുമ്പോ എടുക്കാം അല്ലേ? നമ്മളിതിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി എരിവ് കുറച്ച് കുരുമുളക് കാശ്മീരി മുളക് പൊടിയുടെ ഉണ്ട് കളറ്. അല്ലാതെ ഒരുപാട് എരിവൊന്നുമില്ല. എരിവ് കുറച്ച് തന്നെയാണ് ഇട്ടേക്കണം. നമ്മൾ ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി കൂടുതൽ ഇട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കളറൊക്കെ നന്നായിട്ട് വന്നേക്കണത്. പ്ലേറ്റിലോട്ടൊക്കെ ഇടാം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ അരികത്തിട്ട് പ്ലേറ്റിൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇടാം. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും പ്ലേറ്റിലോട്ട് ഇടാം. ഒരാള് വീഡിയോ എടുക്കണേക്ക് മുമ്പ് തന്നെ കഴിച്ചു തുടങ്ങി. ഞാനിവിടെ കഴിക്കല് തുടങ്ങിയപ്പോഴും സുധപ്പൻ എന്നോട് അമ്മ എടുക്കട്ടെ, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നിട്ട് കഴിച്ചു തുടങ്ങാന്ന്. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതുകൊണ്ടേ. അപ്പൊ ഒരു പെട്ടെന്നൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. എല്ലാ പ്രാവശ്യത്തെ പോലെയുള്ള ചോദ്യം ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മളിപ്പോ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും അപ്പൊ ഒറ്റക്കൊക്കെ താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസമൊക്കെ വളരെ സിമ്പിൾ ആയിട്ട്. ഇത് കുക്കറിലാണെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുക്കറിൽ സവാളയും പച്ചമുളകും നമ്മൾ ചിക്കന് വേണ്ട എല്ലാ കൂട്ടങ്ങളും ചിക്കനും ഇട്ട് മുളക് പൊടി മഞ്ഞപ്പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടതിന് ശേഷം ചിക്കൻ പെരട്ടി കുക്കറിൽ വെക്കാം. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മുടെ കപ്പയും കഴുകിക്കൊണ്ട് അതിന്റെ മുകളിലിടാം. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അത് ഇടാം. ഇട്ടിട്ട് ഈ ഒരു 2-3 വിസിലൊക്കെ അടിക്കാം. 3 വിസിലടിച്ച് കഴിഞ്ഞ് കുക്കർ മാറ്റി വെച്ചിട്ട് ആ കുക്കറിന്റെ അടുപ്പം തുറന്നു കഴിയുമ്പോൾ കപ്പ ഇങ്ങനെ തന്നെ വെള്ളയായിട്ട് കിടക്കും. എന്നിട്ട് അതങ്ങോട്ട് കൂട്ടി ഇളക്കിയാലും മതി. ഇതിപ്പോ ഞാൻ ആ വീഡിയോയിൽ കണ്ട രീതിയിലൊന്ന് ചെയ്യാൻ ട്രൈ ചെയ്താണ്. അപ്പൊ ഒറ്റക്കൊക്കെ ചെയ്യുന്നവർക്ക് കപ്പ ബിരിയാണി കഴിക്കണം എന്നൊക്കെ പെട്ടെന്ന് ആഗ്രഹമുള്ളവർക്കും ഇപ്പൊ
ഗർഭിണികൾക്കൊക്കെ നല്ല ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പം അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അവരുടെ വീട്ടുകാർ കപ്പ ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്തു കൊടുക്കുന്ന വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പം അവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റണത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഇച്ചിരി സമയം എടുക്കും, ഇച്ചിരിക്കുള്ള സമയം എടുക്കുള്ളൂ, എന്നാലും ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയാ. കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ, കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ എപ്പോഴും ബീഫായിട്ടാണ് നമ്മൾ കൂട്ടി യോജിപ്പിക്കാറ്. പക്ഷെ ഇവിടെ ബീഫ് ഞങ്ങൾ കുറവാണല്ലോ കഴിക്കണത്. എപ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് ബീഫ് നമ്മൾ കുറവാണ് മേടിക്കാറ്. ചിക്കൻ എപ്പോഴും ഉണ്ടാവും. അപ്പം അതെ, എപ്പോഴും അല്ല, കുറച്ച് ഇടക്കൊക്കെ. അപ്പം കൊള്ളാട്ടാ, സൂപ്പറായിട്ടുണ്ട്. കളർ കാണുമ്പോൾ ആരും വിചാരിക്കരുത് നല്ല എരിവുണ്ടെന്ന്, കാശ്മീരി മുളക് പൊടി ഇട്ടേക്കണോണ്ടാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കഴിഞ്ഞ നമ്മുടെ ഷോർട്സിൽ എൻ്റെ ഞാനൊരു ചാളയുടെ സ്പെഷ്യൽ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ അടുത്ത ദിവസം ചാള മേടിക്കുമ്പോൾ ചെയ്യാട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 2-3 ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ മീനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ചിക്കനും 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ അടുത്ത ചാളയുടെ റെസിപ്പി ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഇടും. അപ്പം അത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും വഴിയെ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും ഇടാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളുടെ ഈ രാത്രിയിലത്തെ വിശേഷങ്ങൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. സുഖപ്പം പാത്രം കഴുകുന്നു, കിടക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി അടുക്കളയിൽ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നാളെ രാവിലെ ഇനി ബാക്കി പരിപാടികൾ, ചോറ് തിളപ്പിച്ച് വെക്കണം കേട്ടോ. അത് ഞാനിന്ന് തിളപ്പിച്ച് വെക്കും, അല്ലെങ്കിൽ നാളെ സമയത്ത് റെഡി ആവൂല. അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം. അപ്പൊ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് അറിയാം. സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.